ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ബീഫ് വിന്താലുമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഹോൾ സ്പൈസസും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പൈസസ് ഒക്കെ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ. കൂടെ നമ്മുടെ പൊടികൾ ഒരു 1.5 സ്പൂണോളം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ വിനീഗർ. വിന്താലിൻ്റെ മെയിൻ ഐറ്റമാണ് വിനീഗർ. പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മളത് അരക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചിക്കാരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റമാണല്ലോ ബീഫ് വിന്താലു. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കുമ്പളങ്ങ ചാറാണ് ചാറ് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. കുമ്പളങ്ങ ചാറ് നിങ്ങൾക്കറിയാമല്ലോ. കുമ്പളങ്ങയിലോട്ട് നമ്മുടെ മുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് നമ്മൾ കുമ്പളങ്ങ വേവിക്കാൻ വെക്കും. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ പുതിയ തേങ്ങയിലോട്ട് മഞ്ഞൾപ്പൊടി, ചെറിയ ജീരകം, വെളുത്തുള്ളി, ഉള്ളിയൊക്കെ ഇട്ടൊന്ന് അടിക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ പൊടിയായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. കുമ്പളങ്ങ അപ്പോൾ അവിടെ സൈഡിൽ വേവട്ടെ. നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡിൽ കൂടി നമ്മുടെ ചോറും വേവുന്നുണ്ട്. ഇനി നമുക്ക് വിന്താലുവിൻ്റെ പണി നോക്കാം. കുമ്പളങ്ങ ഇച്ചിരിയും കൂടി വേവാനുണ്ട്. നമ്മൾ കുക്കർ വെച്ച് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ സവാളയും പച്ചമുളകൊക്കെ ഒന്ന് ആദ്യം ഇങ്ങനെ സോട്ട് ചെയ്തെടുക്കും. അതിലേക്കാണ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ്, കുറച്ച് കറിവേപ്പിലൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് നന്നായിട്ടൊന്ന് സോട്ടായി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഈ അരപ്പ് ഇങ്ങനെ സോട്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഒരു മണമുണ്ട്. മോനെ, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൊതി വരും. നമ്മുടെ ഈ വിനീഗറൊക്കെ കൂടി ഇട്ടിരിക്കുന്ന അരപ്പായ കൊണ്ടിട്ടേ ഒരു പ്രത്യേക മണമാണ് ഈ സാധനം ഇങ്ങനെ സോട്ടാവുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ബീഫ്. നമ്മൾ സാധാരണ കറി വെക്കുന്നതിനെക്കാട്ടിലും വലുതായിട്ട് വേണം ബീഫ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ അരപ്പൊക്കെ കൂട്ടി നമുക്കിനി അതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയത്ത് നമ്മുടെ ചാറിൻ്റെ പരിപാടി ബാക്കി നോക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. അരപ്പൊഴിച്ച് നമ്മൾ അതിലേക്ക് തൈര് ആവശ്യത്തിന് ഒഴിക്കണം. വിന്താലും ഇതേ സൈഡിൽ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അരപ്പൊക്കെ കൂട്ടി ഉപ്പും പുളിയൊക്കെ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ താളിച്ചൊഴിക്കുവാണ്. കുറച്ച് ഉലുവ, കടുക്, നമ്മുടെ ഉണക്കമുളക്, വേപ്പില, കുറച്ച് ഉള്ളി, ഇത്രയും നമ്മൾ നന്നായിട്ട് മൊരിയിച്ചെടുത്ത് അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് നമ്മുടെ അരപ്പിലോട്ട് നമ്മളിതേ താളിച്ചൊഴിച്ചു. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ ചാറ് സെറ്റ്. ഇനി നമ്മുടെ ബീഫ് വിന്താലും നമുക്കൊന്ന് നോക്കാം. സംഭവം നന്നായിട്ട് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് തുറക്കുമ്പോഴൊക്കെ വരുന്ന മണമുണ്ടല്ലോ, എനിക്കിപ്പോഴും പറയുമ്പോൾ കൊതിയാവുന്നു. അപ്പോൾ ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. കുമ്പളങ്ങച്ചാറ്, സൈഡിൽ വിന്താല്, കുറച്ച് ക്യാബേജ് തോരൻ. ആ ഹന്തസ്, ഇനി വേറെ എന്ത് വേണം.